ഇരിങ്ങാലക്കുട ITU ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ പണം തിരികെ ചോദിക്കുന്ന നിക്ഷേപകർക്കെതിരെ ഭീഷണിയുമായി കോൺഗ്രസ്. ബാങ്ക് മുൻ ചെയർമാൻ MP ജാക്സനെ അപമാനിക്കാൻ ശ്രമിക്കരുത് എന്ന് നിക്ഷേപകരോട് പ്രാദേശിക നേതാക്കൾ. 39 വർഷത്തോളം ജാക്സൺ ചെയർമാനായിരുന്ന ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് RBI നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിയന്ത്രണങ്ങളെ തുടർന്നാണ് നിക്ഷേപകർ പ്രതിസന്ധിയിലായത്. ലെവിൻ K. വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, എന്താണ് ഈ പ്രാദേശിക നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണോ? എന്താണ് അവിടെ പരാതിക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത്? ദിവസങ്ങളിൽ ഒരു സ്വകാര്യ പരിപാടി ഇരിങ്ങാലക്കുടയിൽ നടന്നിരുന്നു. ഒരു ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ ഉദ്ഘാടകനായി അതിലെ പ്രധാന പങ്കാളിയായും ഒക്കെ എത്തിയത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള MP ജാക്സനാണ്. ഈ പരിപാടിയിൽ ITU ബാങ്കിലെ നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തുകയും പ്ലക്കാർഡുകളടക്കം ഉയർത്തി ജാക്സൺ അടക്കമുള്ള ബാങ്കിന്റെ അധികൃതർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട ITU ബാങ്ക് നമുക്കറിയാവുന്നതാണ്, നമ്മൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അർബൻ ബാങ്കുകളിൽ ഒന്നാണ്. അവിടെ സാമ്പത്തിക ക്രമക്കേടുകളെയും അഴിമതികളെയും ഒക്കെ തുടർന്നുകൊണ്ട് 2025 ഓഗസ്റ്റിലാണ് RBI റെഗുലേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ബാങ്കിന്റെ ധനവിക്രയങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഈ നിയന്ത്രണങ്ങളെ തുടർന്ന് ഇടപാടുകാർക്കും നിക്ഷേപകർക്കും ഒക്കെ വലിയ പ്രതിസന്ധിയാണ്. പണം പിൻവലിക്കുന്നതിനോ നിക്ഷേപിക്കുന്നതിനോ അടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ബാങ്ക് ചെയർമാനായിരുന്ന MP ജാക്സൺ അടക്കമുള്ള കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് 39 വർഷത്തോളം കോൺഗ്രസ് ഭരണം നടത്തിയ ബാങ്കാണ്. അവിടെ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു RBIയുടെ നടപടി. ഇതേ തുടർന്ന് ഈ ദൈനംദിന ഇടപാടുകൾ പ്രതിസന്ധിയിലായതോടുകൂടിയാണ് നിക്ഷേപകർ ഈ പ്രതിഷേധവുമായി എത്തുന്നത്. RBIയുടെ നിയന്ത്രണം 1 വർഷത്തിലധികം പിന്നിടുന്നു, പക്ഷേ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബാങ്ക് മുൻ ചെയർമാനും കോൺഗ്രസ് നേതാവും KPCC സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന MP ജാക്സനെതിരെയും നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇത്തരം ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഈ നിക്ഷേപകർക്കെതിരെ ഒരു ഭീഷണിയുമായി എത്തിയിരിക്കുന്നത്. ബാങ്കിനെയോ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ചെയർമാനായിരുന്ന MP ജാക്സനെയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയില്ല എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പ്രാദേശിക നേതാക്കളും മണ്ഡലം ഭാരവാഹികളും അടക്കമുള്ള ആളുകൾ ചേർന്ന് വാർത്താ സമ്മേളനം നടത്തുകയും നിക്ഷേപകർക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സോമൻ ചിറ്റേത്ത്, കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള അബ്ദുൽ ഹക്ക് മാസ്റ്റർ, ചിന്ത ധർമ്മരാജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തകർക്കെതിരെ ഭീഷണി അല്ലെങ്കിൽ നിക്ഷേപകർക്കെതിരെ ഭീഷണി ഉയർത്തുന്നത്. ഇരിങ്ങാലക്കുടയ്ക്ക് തൊട്ടടുത്ത് തന്നെയുള്ള കരുവന്നൂർ ബാങ്ക് നമുക്കറിയാവുന്നതാണ്. CPM ഭരണം നടത്തിയിരുന്ന ബാങ്കിൽ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നു. അന്ന് വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ നടത്തിയ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ തങ്ങളുടെ നിക്ഷേപവും പണവും തിരികെ ചോദിക്കുന്ന ഈ ബാങ്കിലെ നിക്ഷേപകരും സഹകാരികളുമായിട്ടുള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിലൊരു ഭീഷണിയുടെ സ്വരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ഇത് നിക്ഷേപകരെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ പണം തിരികെ വേണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിന് ഒരു പരിഹാരം കാണുന്നതിന് അപ്പുറം ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തുന്ന ആളുകളെ വ്യക്തിപരമായും മറ്റും ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു. ഏതായാലും കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിലൊരു ഇടപെടൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MP ജാക്സനോട് അനുബന്ധിച്ച് കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. സ്വാതി. ശരി ലെവിൻ.